നമസ്കാരം. പൊതുദിനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾക്കും തത്സമയം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ള, ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിനുള്ള നമ്പറൊക്കെ വഴിയെ പറയാം. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഈ വാർത്താ യാത്രയ്ക്കൊപ്പം ചേരുക. പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പൊതുജനം കഴുതിയല്ല സാർ. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ, വാർത്തകൾ ഇതൊക്കെ പങ്കുവെക്കാവുന്നതാണ്. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് നിങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കാം. നമ്പർ ഇതാണ്: 048428400510. നിങ്ങളുടെ കൈവശം വാർത്തകളാണുള്ളതെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ വാട്സാപ്പിൽ അയക്കുക. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2025 മാർച്ച് 29 വൻ ആഘോഷത്തോടെ പുനലൂർ നഗരസഭയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത്. ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് പുനലൂർ നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥയാണ്. മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയാത്ത സ്ഥിതി. പുനലൂരിന്റെ വിവിധയിടങ്ങളിലെല്ലാം ചീഞ്ഞു നാറുകയാണ്. മാലിന്യങ്ങൾ തെരുവ് നായ്ക്കൾ വലിച്ചിഴയ്ക്കുന്ന കാഴ്ചയും പലയിടത്തും കാണാം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിലൂടെ 1027 തദ്ദേശ സ്ഥാപനങ്ങൾ ശുചിത്വ മികവിലെത്തി എന്ന് സർക്കാർ അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് പുനലൂരിന്റെ ഈ അവസ്ഥ. 2025 മാർച്ച് 29 നാടും നഗരവും ഇളക്കിമറിച്ച സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമായി പുനലൂർ നഗരസഭയെ പ്രഖ്യാപിച്ച ദിവസം. 35 വാർഡുകളും മാലിന്യമുക്തമാക്കിയായിരുന്നു നഗരസഭയുടെ ഈ വലിയ പ്രഖ്യാപനം. നഗരസഭയെ മാലിന്യമുക്തമാക്കാൻ പ്രതിജ്ഞയെടുത്തവരൊക്കെ എല്ലാം മറന്നു. സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച പുനലൂർ നഗരസഭയുടെ പല കോണുകളിൽ നിന്നുള്ള കാഴ്ച ഇനി കാണും. KSRTC പരിസരവും പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ പരിസരവും MLA റോഡും ലിങ്ക് റോഡുകളും എന്ന് വേണ്ട, പുനലൂരിന്റെ വിവിധയിടങ്ങളെല്ലാം തന്നെ ചീഞ്ഞു നാറുകയാണ്. മാലിന്യങ്ങൾ തെരുവുനായ്ക്കൾ വലിച്ചിഴയ്ക്കുന്ന കാഴ്ച. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉള്ളതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഈ റോഡ് സൈഡിൽ ഇടുന്നത് കൊണ്ടാണ് ഈ പട്ടികൾ ഇവിടെ വന്നിട്ട് പിന്നെ കമ്പടിച്ചിറക്കുന്നത്. പുനലൂർ നഗരസഭ കാര്യാലയത്തിന്റെ മൂക്കിനു താഴെ വരെ മാലിന്യ കൂമ്പാരം. മാലിന്യങ്ങൾ അത്രയും നീക്കം ചെയ്യാതെ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട നഗരസഭാ അധികാരികൾ കാട്ടിക്കൂട്ടിയ മാലിന്യമുക്ത നഗരസഭാ പ്രഖ്യാപനത്തോട് പ്രതിപക്ഷത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ പ്രഖ്യാപന വേദിയിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിന്നത്. പട്ടണത്തിന്റെ എല്ലാ ഭാഗങ്ങളും മാലിന്യം നിറഞ്ഞു നിൽക്കുക. ഇത് നീക്കം ചെയ്യാൻ കഴിയാത്ത പുനലൂർ നഗരസഭ ഓഫീസിന്റെ 100 മീറ്ററിനുള്ളിൽ പോലും മാലിന്യം നീക്കം ചെയ്യാൻ കഴിയാത്ത പുനലൂർ നഗരസഭ 35 വാർഡുകളെയും മാലിന്യമുക്തമാക്കി അല്ലെങ്കിൽ ആക്കും എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ പരിപാടിയിൽ സംബന്ധിക്കാഞ്ഞത്. യഥാർത്ഥത്തിൽ പുനലൂരുള്ള ആളുകളെ അപമാനിക്കുന്ന, അപഹസിക്കുന്ന രീതിയിലാണ് നഗരസഭ കൊട്ടിഘോഷിച്ച് ചെണ്ടമേളത്തോടുകൂടി ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നത്. പട്ടണത്തെ മാലിന്യമുക്തമാക്കുന്നതിന് നഗരസഭയ്ക്ക് ഒരു ചെറുവിരൽ അനക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. മാലിന്യ സംസ്കരണത്തിൽ കുറച്ചുനാൾ മുമ്പ് വരെ കേരളത്തിനു മാതൃകയായിരുന്നു പുനലൂർ നഗരസഭ. മാലിന്യങ്ങളിൽ നിന്നും മനോഹരമായ ശില്പങ്ങൾ ഒരുക്കിയുള്ള പ്ലാച്ചേരിയിലെ പാർക്കു കാണാൻ അന്യനാടുകളിൽ നിന്ന് പോലും ആൾക്കാർ എത്തിയിരുന്നു. അന്നത്തെ നഗരസഭാ ചെയർമാനായിരുന്ന MA രാജഗോപാൽ തുടങ്ങിവച്ച ഈ പാർക്കിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പോലും തുടർന്നു വന്ന ഭരണസമിതികൾക്കായില്ല. മാത്രമല്ല, സമീപ തദ്ദേശ സ്ഥാപനങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യവാഹിയായ നഗരസഭയായി പുനലൂർ നഗരസഭ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കല്ലടയാറിന്റെ കൈവഴികളിൽ കക്കൂസ് മാലിന്യം വരെ നിറയുന്നു. ഞാൻ ഈ നിൽക്കുന്നത് വെട്ടിപ്പുഴ തോടിൻ്റെ അടുത്താണ്. നമ്മുടെ സകലമായ അഴുക്കുകളും വേസ്റ്റുകളും മൊത്തം ഇതിനകത്തൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് കണ്ടില്ല, മൊത്തം നമ്മുടെ കക്കൂസ് മാലിന്യങ്ങൾ വരെ അതിനകത്തിൽ കിടക്കുകയാണ് മൊത്തം. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഓരോ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമെത്തി ഹരിതകർമ്മസേന മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ശേഖരണ രീതിയല്ലെന്നാണ് ആക്ഷേപം. അജൈവ മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് മാത്രം എടുക്കും. തുണിയും ഗ്ലാസുമൊക്കെ ചാർട്ടിലുണ്ടെങ്കിലും നഗരസഭ ശേഖരിക്കില്ല. അതൊക്കെ വീടുകളിൽ തന്നെ കുന്നുകൂടുന്നു. അജൈവ മാലിന്യ ശേഖരണത്തിനായി പലയിടത്തും വെച്ച സംവിധാനങ്ങളും കാടുകയറി നശിക്കുന്നു. ഈ സ്ഥാപിച്ചിരിക്കുന്ന ബിന്നുകളിൽ അജൈവ മാലിന്യങ്ങളാണ് കൊണ്ടുവെക്കാൻ നമ്മൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വാഹനങ്ങളിലും മറ്റ് ജനങ്ങളും ഈ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് ഈ ബിന്നിന് സമീപത്തിടുന്നത് കൊണ്ട് ഈ
തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ വർദ്ധിച്ചു വരികയാണ്. ചീഞ്ഞുനാറുന്ന പുനലൂരിനെ ഇനിയെങ്കിലും മാറ്റിയെടുത്തില്ലെങ്കിൽ പകർച്ചവ്യാധികളുടെ ഈറ്റില്ലമായി പുനലൂർ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇങ്ങനെ വഴിനീളെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന പുനലൂർ നഗരസഭയെയാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിനു വേണ്ടി പൊടിച്ച കാശിന്റെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രഹസനങ്ങളെന്നും ചോദിക്കുന്നു. സുജിത് സുരേന്ദ്രൻ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. മാലിന്യ സംസ്കരണം കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. വലിയ രീതിയിൽ പൊറുതിമുട്ടുന്നുണ്ട് നാട്ടുകാർ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതും ഒരു അനിവാര്യതയാണ്. എന്തായാലും അത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ റിപ്പോർട്ട് വയ്ക്കുകയാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കാൻ ഇടമില്ല. MP ഫണ്ടിൽ നിന്നും 8 വർഷം മുമ്പ് നിർമ്മിച്ച ഇരുനില കെട്ടിടവും 8 മാസങ്ങൾക്ക് മുമ്പ് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടവും അടഞ്ഞുകിടക്കുകയാണ്. വെയിലിലും മഴയിലും വിശ്രമിക്കാൻ ഒരിടമില്ലാതെ ആളുകൾ വലയുമ്പോഴാണ് ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെ 2 കെട്ടിടങ്ങൾ അടച്ചുപൂട്ടി കിടക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ അഭയകേന്ദ്രമാണ് ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ്. എന്നാൽ ഇവിടെ രോഗികൾക്കൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാർക്ക് ഒന്ന് വിശ്രമിക്കാനോ തല ചായ്ക്കാനോ കടത്തിണ്ണകളെയോ ആശുപത്രിയിലെ വരാന്തകളെയോ ആശ്രയിക്കേണ്ട ഗതികേടാണ്. KC വേണുഗോപാൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ MP-മാരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ കൂട്ടിരിപ്പുകാർക്കായി അനുവദിച്ച ഇരുനില മന്ദിരമാണിത്. പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിന് സമീപം ഒരു പ്രേതാലയം പോലെ ഈ മന്ദിരം 8 കൊല്ലമായി അടച്ചിട്ടിരിക്കുകയാണ്. കാവൽക്കാരില്ലാത്ത കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിപ്പോൾ. KC വേണുഗോപാൽ MP-യുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ മുടക്കി ഉദ്ഘാടനം നിർവഹിച്ച ഒരു കെട്ടിടം അത് 7 വർഷക്കാലമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് സാമൂഹ്യ വിരുദ്ധരുടെ താമസ സ്ഥലമായി മാറിയിരിക്കുകയാണ്. 2012 ജൂലൈ 8-ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത കെട്ടിടം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി 2017-ലാണ് അടച്ചത്. ഇരുനിലകളിലായി 20 പേർക്ക് വിശ്രമിക്കാവുന്ന സൗകര്യവും 8 ശൗചാലയമാണ് ഇവിടെയുള്ളത്. എന്നാൽ ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാരായ കൂട്ടിരിപ്പുകാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇവിടെ വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു, പക്ഷേ തുറന്ന് കണ്ടില്ല ഇതുവരെ. നിലവിൽ വരാന്തയിലും ഐസിൻ്റെ ഫ്രണ്ടിലും അവിടെയൊക്കെയാണ് ഞങ്ങളെല്ലാം കിടക്കുന്നത്. ഒരു കൊതുകടി കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ കൊതുക് കടിച്ചിട്ട് വേറെ നല്ല സുഖം വരായിരുന്ന ഭാഗ്യമെന്ന് വിചാരിക്കുന്നു. 2024 സെപ്റ്റംബർ 26-ന് ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിസ്ഥിതി സൗഹാർദ്ദ വിശ്രമ മന്ദിരമാണിത്. ആർക്കും പ്രയോജനമില്ല. സലാം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടിയും സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വിഹിതമായ 50 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 1050 കിടക്കകളുള്ള ആശുപത്രിയിൽ അതിൻ്റെ ഇരട്ടിയിലേറെ രോഗികൾ കിടത്തി ചികിത്സ തേടാറുണ്ട്. വാർഡുകൾക്ക് പുറത്തെ വരാന്തകളിൽ ചൂടത്ത് കൊതുകുകടിയുമേറ്റാണ് കൂട്ടിരിപ്പുകാർ വിശ്രമിക്കേണ്ടത്. തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഭിന്നശേഷി വയോജന സൗഹൃദമായാണ് പുതിയ മന്ദിരം പൂർത്തിയാക്കിയത്. താഴത്തെ നിലയിൽ 7 മുറികൾ, 5 ശൗചാലയങ്ങൾ, ലോക്കർ മുറി എന്നിവയുണ്ട്. താഴത്തെ നിലയിൽ കോഫി ഷോപ്പിനുള്ള സൗകര്യവുമുണ്ട്. വിശ്രമ മന്ദിരത്തിന്റെ കാര്യത്തിൽ കരാറുകാരനെ ഏർപ്പാടാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് അമ്പലപ്പുഴ MLA സലാം അറിയിക്കുന്നത്. എത്രയും വേഗം വിശ്രമ കേന്ദ്രം തുറന്നുകൊടുത്ത് കൂട്ടിരിപ്പുകാരോട് കരുണ കാട്ടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. തെരുവുനായ ശല്യവും കൊതുക് കടിയും കൊണ്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ രോഗികൾക്കൊപ്പം എത്തുന്നവർ കഴിയുന്നത്. ഇത്ര നല്ല കെട്ടിടവും അതിൽ ശൗചാലയവും അടക്കം ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും ഒക്കെയുണ്ട്. അല്പം കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രം മതി. ഇങ്ങനെ ഒക്കെയുള്ള സ്ഥിതി നിലനിൽക്കെ ജനം പുറത്ത് കാത്തിരിക്കുകയാണ്. ഈ കെട്ടിടം തുറന്ന് കൂട്ടിരിപ്പുകാരുടെ ദുരിതം ഒഴിവാക്കിക്കൂടെ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ചില പ്രതികരണങ്ങൾ കാണാം. 3 മണിക്കൂറായി വന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സ്ഥലമുണ്ട്, മൊത്തം പട്ടിയും വേസ്റ്റും അത് ഇതൊക്കെ തന്നെ വൃത്തിയില്ല.
നമ്മളെപ്പോലെ വന്നിരിക്കുന്ന മനുഷ്യർ പട്ടി കിടന്ന് അതിനെ ഓടിക്കാൻ മനസ്സ് കാണിക്കാത്ത ആൾക്കാർ വന്നിരിക്കുന്നത് കൊണ്ടാണ് പട്ടി കിടക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളിരിക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളൊരു ബോധ്യത്തിൽ ആ പട്ടിയെ പൂച്ചയോ ഉണ്ടെങ്കിൽ അതിനെ ഓടിച്ചു മാറ്റാൻ മനുഷ്യർ ശ്രമിക്കുന്നില്ല. ഇവിടെ അങ്ങനെ നമുക്ക് ഇത് ഇരിക്കാനുള്ള സ്ഥലം ഇതേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ നമുക്ക് കണ്ടിട്ടില്ല. ചില വാർഡുകളിലൊക്കെ, അതായത് സ്ഥലങ്ങളിലേ സെപ്പറേറ്റ് ആയിട്ടുള്ള അതില്ലാത്തവർക്ക് നമുക്ക് ഇവിടെ വരുന്നവർക്ക് വേറെ സൗകര്യങ്ങളൊന്നുമില്ല, വണ്ടിയിലൊക്കെ ഇരിക്കുക, അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ പാലക്കാട് നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ വസ്ത്രം കുരുങ്ങി റോഡിലേക്ക് വീണ് പരിക്കേറ്റു, ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. പാലക്കാട് മണ്ണാർക്കാട് എന്നാണ് ആ വാർത്ത. കുമ്പാറ സ്വദേശി മൈമൂനയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ മൈമൂനയെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഒരു വാർത്ത വരുന്നത്, കണ്ണൂരിൽ റബ്ബർ ഗോഡൌണിൽ തീപിടുത്തം. ചെറുപുഴ പുളിങ്ങോത്താണ് അപകടമുണ്ടായത്. 3000 കിലോ റബ്ബർ ഷീറ്റ് കത്തി നശിച്ചിട്ടുണ്ട്. വ്യാപാരിയായ അരയിക്കിട്ട് അനീഷിന്റെ റബ്ബർ ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ആദ്യം അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ റബ്ബർ ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ തീപിടുത്തമുണ്ടായാൽ വളരെ പെട്ടെന്ന് തീ പടരുകയും പുകയുകയും ഒക്കെ ചെയ്യും. വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമായത്? അരുൺ പൂപ്പറമ്പ. റിജിത്ത്, ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്ന വിവരമാണ് ഒടുവിലായി ലഭിക്കുന്നത്. പെരിങ്ങോത്ത് നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ യൂണിറ്റ് എത്തി ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വൈകിട്ട് 5:30 ഈ റബ്ബർ ഗോഡൌണിൽ നിന്ന് ആ തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ഈ തീ അണക്കാനുള്ള ശ്രമം നടത്തി, പക്ഷേ അത് ഫലം കണ്ടില്ല. അങ്ങനെയാണ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും അവരുടെ യൂണിറ്റ് പെട്ടെന്ന് തീ അണക്കാൻ ശ്രമം തുടങ്ങുകയും ചെയ്തത്. ഇത് പുളിങ്ങോത്ത് സ്വദേശിയായിട്ടുള്ള മലഞ്ചരക്ക് വ്യാപാരി, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യാപാരിയായിട്ടുള്ള അനീഷിന്റെ റബ്ബർ ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ റബ്ബർ ഷീറ്റുകൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് തന്നെ ഉണക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗോഡൌൺ ആണ്. ഈ ഉണക്കുന്നതിനായി പലപ്പോഴും തീ ഉപയോഗിച്ച് തന്നെയാണ് ഉണക്കാറ്. അങ്ങനെ ഉപയോഗിച്ച ഘട്ടത്തിൽ തീ പെട്ടെന്ന് പടർന്നതാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 3000 കിലോ റബ്ബർ ഷീറ്റ് അവിടെ ഉണ്ടായിരുന്നത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഇപ്പോൾ കണക്കാക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നതാണ് ഒടുവിലായി ലഭിക്കുന്ന വിവരം. ശരി, 3000 കിലോയിലധികം ഷീറ്റ് കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. റബ്ബർ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ അതിന്റെ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി കാസർകോട്ടേക്കാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് മുന്നറിയിപ്പില്ലാതെ അടച്ചിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ബസ്സുകൾ സംസ്ഥാന പാതയിൽ പാർക്ക് ചെയ്യുന്നത് ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ബസ് സ്റ്റാൻഡ് അടച്ചതോടെ വ്യാപാരികളുടെ കച്ചവടവും നിലച്ചു. എന്നാൽ നഗരസഭ പറയുന്നത് മറ്റൊരു കാര്യമാണ്. പുതുതായി പണിത ബസ് സ്റ്റാൻഡ് സ്വകാര്യ ബസ്സുകൾ ഉപയോഗിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം എന്നാണ് നഗരസഭയുടെ വിശദീകരണം. ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന കാഞ്ഞങ്ങാട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണിത്. ഈ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിപ്പോൾ 1 മാസം പിന്നിട്ടു. ഇതെപ്പോൾ തുറക്കുമെന്ന ചോദ്യം ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന യാത്രക്കാർക്കും അതുപോലെ ബസ് ജീവനക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. ഈ ബസ് സ്റ്റാൻഡ് അടിസ്ഥാന സൗകര്യം കിട്ടണമെങ്കിൽ ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. ഇനി കാലവർഷം വന്നു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റ് യാത്രക്കാർക്കും എല്ലാം പ്രയാസമാണ്. കാരണം ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ബസ് സ്റ്റാൻഡ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് യാത്രക്കാർക്ക് ഇറങ്ങുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ തിരക്കും കൂടുമ്പോൾ ജനബാഹുല്യം കൂടുമ്പോൾ ഇവിടെ വലിയ പ്രയാസത്തിലായിരിക്കും ഇനി മുമ്പോട്ട് പോകുന്നത്. ഏപ്രിൽ 1 മുതലാണ് അറ്റകുറ്റപ്പണികൾ നടത്താനെന്ന പേരിൽ ബസ് സ്റ്റാൻഡ് നഗരസഭ അടച്ചിട്ടത്. കാലപ്പഴക്കമുള്ള സ്റ്റാൻഡിൽ 6 മാസത്തിനകം നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനായിരുന്നു നഗരസഭയുടെ തീരുമാനം. എന്നാൽ ബസ് സ്റ്റാൻഡ് അടച്ച് 1 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചില്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഇതൊരു യാത്രക്കാർക്ക് മുഴുവൻ ആൾക്കാർക്ക് ഒരു ദുരിതം മാത്രം സമ്മാനിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 150-ൽ പരം സ്വകാര്യ ബസ്സുകളും
ഏകദേശം 100-ൽ പരം KSRTC ബസ്സുകളും പോകുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേയിലാണ് ഇപ്പോൾ പാർക്കിംഗ് സൗകര്യമുള്ളത്. ഇപ്പോൾ പരിമിതമായ ഈ സൗകര്യം പോലും ബ്ലോക്ക് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ മാത്രമല്ല മുഴുവൻ ആൾക്കാരെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ്, പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അധികാരികളുടെ ഈ പോക്ക്. സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടം അടച്ചതോടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സംസ്ഥാന പാതയിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾക്കും തലവേദനയാകും. മഴക്കാലം കൂടിയായാൽ ദുരിതമേറുമെന്ന് യാത്രക്കാർ. ആ ഭാഗത്ത് നമുക്ക് എല്ലാം ബ്ലോക്കാണ്. ഒന്നാമത് നടപ്പാതെ അവിടെ നിന്ന് ആയതുകൊണ്ട് ഇത് ഫുള്ള് ബ്ലോക്കാകുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ സ്കൂൾ പിള്ളേരെ ഇത് വരുമ്പോൾ ഈ സ്കൂൾ പിള്ളേർ എവിടെ നിൽക്കല്? ഈ പീടിയുടെ മുമ്പിൽ എത്ര കാലം നിൽക്കാൻ പറ്റും? അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇതിൽ പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ ബസ്സുകാർക്കും ബാക്കി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ബസ് സ്റ്റാൻഡ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചന യോഗം നടന്നെന്നാണ് നഗരസഭയുടെ വിശദീകരണം. ഏപ്രിൽ 1 മുതൽ സ്വകാര്യ ബസ്സുകൾ അലാമിപ്പള്ളിക്ക് സമീപമുള്ള പുതിയ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകി. വ്യാപാരികളും ബസ്സുടമകളും പങ്കെടുത്ത യോഗത്തിൽ ഇത് ഏകകണ്ഠമായി അംഗീകരിച്ചെന്നും പിന്നീട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സ്വകാര്യ ബസ്സുകൾ ഇത് പാലിച്ചില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത. കോട്ടശ്ശേരി ബസ് സ്റ്റാൻഡ് കുറേ നാളുകളായി പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അപ്പം അത് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യവും കൂടിയുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തീരുമാനം. അത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അംഗീകരിക്കുകയും ബസ് ഓണേഴ്സുമായിട്ട് സംസാരിച്ച് അത് ചെയ്യാമെന്നുള്ള രൂപത്തിലേക്ക് തീരുമാനമാവുകയും ചെയ്തതാണ്. പക്ഷെ പലപ്പോഴും രാവിലെ പോലീസുകാർ നിൽക്കുമ്പോൾ മാത്രം കുറച്ച് ബസ്സുകൾ കയറുക, പോലീസുകാർ പോയതിന് ശേഷം ബസ്സുകൾ കയറാതിരിക്കുക, ബസ് തൊഴിലാളികൾ ഈ തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കുക, ആ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോയത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിലെ ഗതാഗതക്കുരുക്ക് നീക്കാൻ പുതിയ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് യാത്രക്കാർ പറയുന്നു. മലയോര മേഖലയിൽ നിന്നും തൃക്കരിപ്പൂർ, ചീമേനി, നീലേശ്വരം ഭാഗങ്ങളിൽ നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ അലാമിപ്പള്ളി ഭാഗത്തെ പുതിയ ബസ് സ്റ്റാൻഡും കാസർഗോഡ് പെരിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ നിലവിലെ ബസ് സ്റ്റാൻഡും ഉപയോഗിച്ചാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞ് അടച്ചിട്ട ബസ് സ്റ്റാൻഡിലെ നിലവിലെ അവസ്ഥ ഇതാണ്. കച്ചവടം കുറഞ്ഞതോടെ ലോട്ടറി തൊഴിലാളികൾ സമീപത്തെ വെള്ളക്കെട്ടിൽ തോണിയിറക്കി കളിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നഗരസഭ നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പറയാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടവർ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കൊല്ലം ജില്ലക്കാരനായ കശുവണ്ടി വ്യാപാരിയോട് ആവശ്യപ്പെട്ടത് ചില്ലറയൊന്നുമല്ല, 2 കോടി രൂപയാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ള കാര്യം വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കും. പ്രേക്ഷകർ കമന്റ് ബോക്സിൽ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ളവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതും കാണുന്നുണ്ട്. അതൊക്കെ നോക്കാം, അതൊക്കെ പ്രേക്ഷകരോട് പറയാം. അതിനുമുമ്പ് ചെറിയൊരു ഇടവേള, ഷോർട്ട് ബ്രേക്ക്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും പ്രേക്ഷകർ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി, കമന്റ് ബോക്സിലുള്ള ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോട് പറയാം. അതിലൊന്ന്, ഈ പുനലൂരിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചിരുന്നു. അതിൽ ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നു, അദ്ദേഹത്തിൻ്റെ പേര്, ഒരുപാട് കമൻറ്റുകൾക്കിടയിൽ ചില പേരുകൾ വിട്ടുപോകുന്നതാണ്. അബ്ദുള്ള AK എന്നാണ് ആ പ്രേക്ഷകൻ്റെ പേര്. നമ്മൾ മാലിന്യമുക്തമാകണമെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ, അധികാരികളെ മാത്രം നമ്മൾ അതിൽ പഴിചാരിയിട്ട് കാര്യമില്ല. ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ്. തൻ്റെ പരിസരം ശുചിയായിരിക്കണം, താൻ മാലിന്യം പൊതുസ്ഥലത്ത് കൊണ്ടുപോയി തള്ളാനുള്ളതല്ല എന്നുള്ള ബോധ്യം ഓരോ വ്യക്തിക്കും വേണം എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ട നടപടികൾ, അതില്ലാത്ത മുറയ്ക്ക് അതിനെതിരെ വിമർശനം ഉന്നയിക്കേണ്ടതും ആ പൗരൻ്റെ ദൗത്യമാണെന്ന് കൂടിയാണ് ആ പ്രേക്ഷകൻ പറയുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ കുട്ടിരിപ്പുകാർക്ക് വേണ്ടത്ര സൗകര്യമില്ല എന്നുള്ള റിപ്പോർട്ട് പങ്കുവച്ചതിന് ശേഷം ഒരുപാട് പ്രേക്ഷകർ പല ആശുപത്രികളിലും സമാനമായ പ്രശ്നമുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതിനു മുമ്പ് കാര്യമായ രീതിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് തുടരുക. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് ഒതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടവർ വിജിലൻസിന്റെ പിടിയിൽ. കൊല്ലം ജില്ലക്കാരനായ കശുവണ്ടി വ്യാപാരിയോട് ആവശ്യപ്പെട്ടത് 2 കോടി രൂപയാണ്. തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി എന്നിവരാണ് പിടിയിലായത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഈ സംഭവം? വിഷ്ണു, കൊച്ചി വിജിലൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് SP S ശശിധരൻ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതികളെ പിടികൂടിയത്.
ഒരു കശുവണ്ടി വ്യവസായിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആ വിവരങ്ങൾ ഈ പിടിയിലായ പ്രതികൾ എങ്ങനെയോ അറിഞ്ഞു. അങ്ങനെ അവർ ഈ കശുവണ്ടി വ്യവസായിയെ സമീപിച്ചു. 2 കോടി രൂപ തന്നാൽ ഈ കേസ് ഒതുക്കി തീർക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ആദ്യപടിയായി 50,000 രൂപയും പിന്നീട് അഡ്വാൻസായി 2 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. ഇത് ചതിയാണെന്ന് മനസ്സിലായ ഈ വ്യവസായി വിജിലൻസ് വിവരം അറിയിച്ചു. അങ്ങനെ ഇന്നലെ പനമ്പള്ളി നഗറിൽ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം 2 ലക്ഷം രൂപ ഇവർക്ക് കൈമാറാമെന്ന പറഞ്ഞ് അവിടെ എത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഈ പ്രതികളെ പിടികൂടിയത്. 2 പേരെയും കൈയോടെ പിടികൂടിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നതായി വിജിലൻസിന് സംശയമുണ്ട്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കശുവണ്ടി വ്യവസായിക്ക് എതിരെ എടുത്ത ഒരു കേസിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ സമ്മനത്ത് റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന വിൽസനും അതോടൊപ്പം രാജസ്ഥാൻ സ്വദേശി മുരളിക്കും അറിയുന്നത് എന്നുള്ളതിലാണ് ഇപ്പോൾ ഒരു നിഗൂഢത തുടരുന്നത്. അതുകൊണ്ട് ഇതിന് പിന്നിൽ ഒരു വലിയ സംഘം ഉള്ളതായി അവർ കണക്കാക്കുന്നുണ്ട്. വ്യക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് വിജിലൻസ് എസ് ശശിധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, വിഷ്ണു സുരേഷ്, ഇ ഡി കേസ് ഒതുക്കി തീർക്കാനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. വിഷ്ണു സുരേഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും അവർ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ പേർ ഈ സംഘത്തിലുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം ഇപ്പോൾ ലഭ്യമാകുന്നു. അതിലേക്ക് 2 കോടി രൂപ അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇടണം. ഇടാതെ 4 തവണയായിട്ട് 50 ലക്ഷം രൂപ വീതം ഇടണം എന്ന് പറയുന്നു. കേരളത്തിന് പുറത്തുള്ള ഒരു സ്റ്റേറ്റിലെ ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് അദ്ദേഹത്തിനോട് ഇടാൻ പറയുന്നത്. പനമ്പള്ളി നഗർ ഭാഗത്ത് വെച്ചിട്ട് 2 ലക്ഷം രൂപ കൈമാറുമ്പോൾ വിൽസനെ പിടികൂടി. വിൽസൺ പിടികൂടി ചോദ്യം ചെയ്ത സമയത്ത് വിൽസൺ അതിലെ വേറെ രാജസ്ഥാൻകാരനായ ഒരു മുരളി എന്ന ഒരാൾ ആണ് ഈ അക്കൗണ്ട് നമ്പറെല്ലാം തന്നത്. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറഞ്ഞ അയാൾക്ക് ഇതിൽ പങ്കുണ്ട് പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ മുരളിയും പിന്നീട് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. 2 കൂട്ടരെയും വിശദമായിട്ട് ചോദ്യം ചെയ്തു. അവരെ അറസ്റ്റെല്ലാം രേഖപ്പെടുത്തി. മലപ്പുറം കാളികാവിലെ കടുവാ ദൗത്യം നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമം എന്തായി എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. പ്രദേശത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. 2 ഇടത്താണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രിയിലും RRT സംഘത്തിന്റെ നിരീക്ഷണം ഉണ്ടാകും. 50ഓളം ക്യാമറ ട്രാപ്പുകൾ ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് തെരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിങ് പ്ലേസ്, അതിന് നാരോ ഡൗൺ ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് 2 കൂടാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. ഒന്ന് ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്തും ഒന്ന് വാട്ടർ ഹോളിന് അടുപ്പിച്ചും. ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ വയ്ക്കുന്നതിനുള്ള സംവിധാനം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്, നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ഈ ദൗത്യം ഈ ഘട്ടത്തിൽ? രാത്രിയിലെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് വിപിൻ സി വിജയൻ? റിജിത്ത്, ഊർജിതമായ തിരച്ചിലാണ് നരഭോജി കടുവയ്ക്ക് വേണ്ടി ഇപ്പോൾ കാളികാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റാവുത്താൻകാട് എന്നുള്ള സ്ഥലത്താണ് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20 പേരടങ്ങുന്ന 3 സംഘമായിട്ടാണ് വനം വകുപ്പിനെ ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്നലെ രാത്രി തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ ക്യാമറയിൽ ഇതുവരെയും കടുവയുടെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. പക്ഷേ ആ പ്രദേശത്ത് അതിൻ്റെ കാൽപ്പാടുകൾ, ഒപ്പം തന്നെ ഈ കടുവ കടന്നതിൻ്റെ പാടുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് അപ്പോൾ ആ പ്രദേശത്ത് തന്നെ ഉണ്ട്. ആ ടെറിട്ടറി വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡ്രോൺ നിരീക്ഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2 കുങ്കിയാനകളെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. കുങ്കിയാനകളുമായിട്ടുള്ള ഒരു പരിശോധന നാളെ ആയിരിക്കും ആരംഭിക്കുക. ഇന്നിപ്പോൾ രാത്രി ഒരു കോമ്പിംഗ്, അതായത് കൂട്ടായിട്ടുള്ള ഒരു തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി RRTയുടെ ഒരു നിരീക്ഷണമാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ ക്യാമറയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദൃശ്യം പതിയുകയാണെങ്കിൽ ആ പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവിടെ നിന്ന് ഒരു മയക്കുവെടി വയ്ക്കാനൊക്കെയുള്ളൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. മയക്കുവെടി വയ്ക്കുന്നതിനുള്ള ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 3 സംഘം ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. CCF സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 50ഓളം RRT സംഘങ്ങളുണ്ട്. ഇങ്ങനെ പൂർണ്ണമായും സജ്ജമാണ്. ഈ കടുവയെ എവിടെയാണെങ്കിലും അതിനെ കണ്ടെത്തുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സ്ഥലത്താണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന് ഈ കടുവ ആക്രമിച്ച ആ പ്രദേശത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്തുള്ള അരുവിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് 2ാമത്തെ കൂട് അവിടെയും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ അകപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഗഫൂറിൻ്റെ കാര്യത്തിൽ, ഗഫൂറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വന്നു. അപ്പോൾ കഴുത്തിൻ്റെ
പിന്നിലാണ് ഗുരുതരമായിട്ടുള്ള കടിയേറ്റിരിക്കുന്നത്. ഒപ്പം തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കടുവ ഭക്ഷിച്ചു എന്നുള്ള നിലയിൽ തന്നെയാണ്. ശരീരത്തിലാകെ തന്നെ അതിൻ്റെ പാടുകൾ ഒക്കെയാണ്, കടുവയുടെ നഖത്തിൻ്റെയൊക്കെ പാടുകളാണ് ഉള്ളത്. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിലെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് വനം വകുപ്പ് കൈമാറുകയും ചെയ്തിരിക്കുന്നു. നാട്ടുകാർ വലിയ രോക്ഷത്തിലാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഓഫീസിലേക്ക് ഇന്ന് കോൺഗ്രസിൻ്റെ മാർച്ചും ഉണ്ടായിരുന്നു. സജീവമായി തന്നെ എത്രയും വേഗം ഈ കടുവയെ പിടികൂടുക എന്നുള്ള ലക്ഷ്യവുമായി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാളികാവിൽ ഈ പാറശ്ശേരിയിൽ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. റിജിത്ത്. ശരി, വിപിൻ സി വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒരു നാട് മുഴുവൻ ആശങ്കയിലാണ്. ഈ ദൗത്യത്തിലാണ് അവരുടെ പ്രതീക്ഷ. അവരുടെ ആശങ്ക അകറ്റാൻ ഈ ദൗത്യത്തിന് കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. വലിയ പ്രതിഷേധം നേരത്തെ വനംവകുപ്പിനെതിരെ ഉയർന്നതാണ്. ഇപ്പോൾ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഈ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ ദൗത്യം മുന്നോട്ട് പോകുന്നത്. പുലിപ്പേടിയിൽ വലഞ്ഞ മലമ്പുഴ എലിവാൽ നിവാസികൾ പ്രദേശവാസിയായ കൃഷ്ണന്റെ വളർത്തുനായെ പുലി ആക്രമിച്ചിരുന്നു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീത്ത്, എന്താണ് ആ മേഖലയിലെ സാഹചര്യം? നാട്ടുകാരെന്താണ് പറയുന്നത്? ശ്രീത്ത്. പാലക്കാട് മലമ്പുഴ എലിവാലിലെ കൃഷ്ണന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇവിടെയാണ് രാത്രി ഏതാണ്ട് ബുധനാഴ്ച രാത്രി 1 മണിയോടുകൂടി ഒരു പുലിയെത്തി തൊട്ടടുത്ത് കിടന്ന വളർത്തുനായയെ പിടിച്ച് കൊണ്ടുപോയത്. നമ്മോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഉറങ്ങുമായിരുന്നു അല്ലേ? ഉറങ്ങായിരുന്നു. സംഭവിച്ചത് സംഭവം ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. ആ സമയത്താണ് ഈ ശബ്ദം കേട്ടു. ചങ്ങലിൻ്റെ 2 ചങ്ങലിട്ട് കെട്ടിയിട്ടുണ്ടെന്നതിന് ആ ശബ്ദം കേട്ട ഭാര്യയാണ് അറിഞ്ഞത്, എണിച്ചത്. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ സാധനത്തിനെ വലിച്ചു കൊണ്ടുപോയി. ഈ വാതിലൊക്കെ നമ്മൾ അടച്ചിട്ട് ഞാൻ എണിച്ച് ഇവിടെ നിന്ന് എണിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വീണു. ഇവിടെ വീഴുമ്പോഴേക്കും നായിനെ കൊണ്ടുപോയി. ഞാൻ അതങ്ങനെ എണിച്ച് ഓടി മുറ്റത്തേക്ക്. പുലി തന്നെയായിരുന്നല്ലോ അല്ലേ? പുലി തന്നെ. ഞാൻ അങ്ങനെ എണിച്ച് പുറത്തേക്ക് ഓടി. വെളിച്ചം വിട്ടിരുന്നോ? ലൈറ്റ് ഉണ്ട് പോസ്റ്റിൽ. അപ്പം അത് നല്ല പോലെ വെളിച്ചമുണ്ടല്ലോ. അപ്പം അങ്ങനെ ഓടി. അങ്ങനെ കുട്ടികളും പിള്ളേരും ഒക്കെ കൂടി എണിച്ച് വന്നു. അങ്ങനെ ഞങ്ങൾ ഒളിയിൽ അവിടെ ലൈറ്റൊക്കെ അടിച്ച് അതിയൊക്കെ പോയി നോക്കി സാധനം എടുത്തിട്ട് പോയി. കൃഷ്ണന്റെ മകനാണോ ഇത്? മകൻ. ഇത് എത്ര വർഷമുള്ള വയസ്സുള്ള നായ്ക്കുട്ടിയാണ്? ഇത് 6 മാസമായിട്ടും 6 മാസം പ്രായമുള്ള കുട്ടിക്ക് വാങ്ങിക്കൊണ്ടെന്നാണ് മേടിച്ചു കൊണ്ടുവന്നു. എവിടുന്ന് വാങ്ങിച്ചായിരുന്നു? ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു ആൾക്കാർ വന്നാണ്. അപ്പോൾ അവർ 5,000 രൂപ എടുത്ത് മേടിച്ചത്. ഇതിനെ പിന്നെ അങ്ങോട്ട് കാടിനകത്തേക്ക് കൊണ്ടുപോയായിരുന്നു? ഇവിടേക്കും കൊണ്ടുപോയിട്ടില്ല. ഈ വീട്ടിനുള്ളിൽ വിളിക്കുക. ഈ പുലി കാടിനകത്തേക്ക് കൊണ്ടുപോയായിരുന്നു. അത് നേരെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് ചങ്ങലയോടെ അങ്ങോട്ട് കൊണ്ടുപോയി. നമ്മൾ പിന്നെ രാത്രി കണ്ടില്ല. പെട്ടെന്ന് ഈ സാധനം പിടിക്കണം പറഞ്ഞു. ഇവിടെ അങ്ങനെ ചോരയായിരുന്നു ഇവിടെയൊക്കെ. എന്നിട്ട് പിന്നീട് നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ പുലിയാണെന്ന് തന്നെ ബോധ്യപ്പെട്ടു. ഫോറസ്റ്റുകാരൊക്കെ വന്നിരുന്നു? ഫോറസ്റ്റുകാരൊക്കെ വന്നിരുന്നു. അതിനു മുമ്പ് ഇതിന്റെ മുന്നേ ഒരു സാധാരണ നായിനെ കൊണ്ടുപോയി ഞങ്ങളുടെ തന്നെ. അത് പുറത്തുനിന്ന് ഒരു 10 മണിയോടുകൂടി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോഴാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പോൾ പുലി മേഖലയിലുണ്ടെന്ന് നിങ്ങൾക്ക് മുമ്പ്? ഉണ്ട്, പുലിയുണ്ട്. ഭയങ്കര ശല്യമാണ്. ഇപ്പം തൊട്ടടുത്ത് അവിടെ വീടുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതേപോലെ കൊണ്ടുപോയി. വീടിനുള്ളിൽ തന്നെ കയറി കൊണ്ടുപോയി. നാൽക്കാലികളും അതുപോലെ തന്നെ നായ്ക്കളും ഒക്കെയായി വസിക്കുന്ന കുറച്ച് ആളുകളാണ്. ഗ്രാമീണരാണ്, കൃഷിക്കാരാണ്, അങ്ങനെ കൂലിത്തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പുലി സ്ഥിരമായി ഈ വനപ്രദേശത്തോട് ചേർന്ന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു എന്ന പരാതിയാണ് നാട്ടുകാർക്കുള്ളത്. അടിയന്തര നടപടി വേണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു, പരിശോധന നടത്തിയിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് എലിവാൽ ഫോറസ്റ്റ് ഓഫീസ് ഉള്ളത്. പക്ഷേ ഇത് പോരാ, അടിയന്തരമായി ഒരു കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യമൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പരാതികൾ വരുമ്പോൾ മാത്രം വനംവകുപ്പ് ആ പരാതി കേൾക്കാനെത്താതെ ശാശ്വതമായൊരു പരിഹാരം ആ മേഖലയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ശ്രീകുമാരൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി കോട്ടയത്തേക്കാണ്. കോട്ടയം 3 ലെവലിലെ കടപുഴ പാലം മഴവെള്ളപ്പാച്ചിലിൽ തകർന്നിട്ട് 4 വർഷമായി. പൂർണ്ണമായി തകർന്നു കിടക്കുന്ന ഈ പാലം ഇതുവരെ പുനർനിർമ്മിക്കാൻ സർക്കാരും തയ്യാറായിട്ടില്ല. പ്രദേശവാസികൾക്ക് മറുകരയിലെത്താൻ 20 കിലോമീറ്റർ ചുറ്റണം. ഒരു ആശുപത്രിയിലെത്താൻ ചുറ്റിവളഞ്ഞു പോകണം പ്രദേശവാസികൾക്ക്. പുനർനിർമ്മാണത്തിനായി 4 കോടി രൂപ വകയിരുത്തിയെങ്കിലും നടപടികൾ അനന്തമായി നീളുന്നത് പ്രദേശവാസികൾക്ക് വലിയ ദുരിതമാണ് നൽകുന്നത്. ണ്ടായ മഴവെള്ളപ്പാച്ചിലാണ് കടപുഴ പാലം തകരുന്നത്. പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകിയതോടെ സ്ലാബ് തെന്നിമാറി അപകടാവസ്ഥയിലായി. ഭാഗികമായി തകർന്ന പാലം പിന്നീട് വന്ന മഴക്കാലത്ത് പൂർണ്ണമായും തകർന്നു. പാലത്തിന്റെ സ്ലാബ് ആറ്റിൽ പതിച്ചതോടെ 20 കിലോമീറ്റർ ചുറ്റി വേണം മറുകരയെത്താൻ. ഇതോടെ വലിയ ദുരിതമാണ് പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ ഇവർ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. 4 വർഷത്തിന് മേലെയായി ഈ പാലം പോയിട്ട് അതിനുശേഷം ഞങ്ങൾ യാത്രക്കാർക്ക് നടക്കാനും ചെറിയ വണ്ടികൾക്ക് കിടക്കാനും വേണ്ടിയിട്ട് ഞങ്ങളിവിടെ തെങ്ങിൻതടി വെട്ടിയിട്ട് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ പിറ്റേ വർഷം ആ വെള്ളം വന്നു കഴിയുമ്പോൾ തന്നെ അത് സാധനം ഒഴുകിക്കൊണ്ട് പോയി. എനിക്ക് ജോലിക്ക് പോകുന്നവരെ പറ്റി എനിക്ക് പേടിയില്ല. കാരണം അവരെ എതിലേലും അവർ ജോലിക്ക് പോകുന്നതാണെങ്കിൽ അവർ പോകും.
പക്ഷെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരെ വന്ന് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടന്നു വരുന്നത്. അപ്പം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു കേസ് കിട്ടും. അതാണ് ഏറ്റവും വലിയ വിഷയം. പാലം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോയിട്ടൊക്കെ വന്നു കഴിയുമ്പം വെള്ളമാണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോകാനൊന്നും പറ്റത്തില്ല. 10-16 കിലോമീറ്റർ കറങ്ങിയൊക്കെ വേണം പോകും. വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങേ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 500 രൂപ 3 500 രൂപ കൊടുക്കണം. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ പാലം പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. 4 കോടിയോളം രൂപ ഇതിനായി സർക്കാർ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ നടപടിക്രമങ്ങൾ അനന്തമായി നീളുകയാണ്. ഇതിനിടെ ഹൈക്കോടതിക്ക് മുന്നിലും വിഷയമെത്തി. എത്രയും വേഗം നടപടിയെടുക്കാൻ കോടതിയും നിർദ്ദേശം നൽകി. എന്നിട്ടും കാര്യങ്ങൾ എങ്ങും എത്തിയില്ല. ഇപ്പം പഞ്ചായത്ത് പറയുന്ന പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന അവരുടെ പേപ്പർ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. വെള്ളപ്പൊക്ക സമയത്ത് നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പേപ്പർ ഇല്ലെങ്കിൽ പോലും ഇത് പഞ്ചായത്തിന്റെ വാർഡ് അടങ്ങിയ ഒരു സ്ഥലമല്ലേ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് സ്വന്തമായിട്ട് ചെയ്തു തരേണ്ട ഒരു കാര്യം. ഹൈക്കോടതിയിൽ ഇപ്പം നിലവിലൊരു കേസ് നടക്കുക. സർക്കാർ അത് ചോദിച്ചിട്ടുണ്ട്. ഫണ്ട് ലാപ്സായി പോയെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഒരുപാട് നേതാക്കന്മാരും മന്ത്രിമാരും MLA മാരടക്കം ഇവിടെ വന്ന് ഒരുപാട് വാഗ്ദാന പാലങ്ങൾ നൽകിയിരുന്നു. ഇവരൊക്കെ വന്ന് വാഗ്ദാനം ചെയ്തു പോയതല്ലാതെ ഇതുവരെ ഇതിനൊരു പ്രായോഗികമായ ഒരു ഫല സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. മൂന്നിലവ് പഞ്ചായത്തിലെ 2, 3, 4, 7 വാർഡുകളിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഏക പാലമാണിത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല് എന്നിവിടങ്ങളിലേക്കും എത്താൻ സാധിക്കുന്ന മാർഗം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പാലം പണി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തെ പ്രളയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കുന്ന സർക്കാർ മൂന്നിലവിലെ ഈ പാലത്തിന്റെ കാര്യം ഇനിയും കാണാതെ പോകരുത്. കാരണം നിരവധി പേരുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. കൃത്യമായ കാന നിർമ്മാണം ഇല്ലാത്തതിനാൽ പലപ്പോഴും കാൽനടയാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട്. സമാന സാഹചര്യമാണ് തൃശൂർ നഗരത്തിലെ കുറുപ്പം റോഡിൽ. നടവഴികളുടെയും കാനകളുടെയും നിർമ്മാണത്തിലെ അപാകത മൂലം ഈ റോഡിലൂടെയുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാഹസികമായി മാറുകയാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും കാൽനടയാത്രക്കാരെയും ഇരുചക്ര വാഹനക്കാരെയും അതുപോലെ വ്യാപാരികളെയും ഒക്കെ വലിയ ദുരിതത്തിലാക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മഴക്കാലം കൂടി എത്തുന്നതോടെ ദുരിതം ഇരട്ടിയാകും എന്നാണ് ആശങ്ക. ഈ ഞാണുമേൽ കളി എന്ന് കേട്ടിട്ടില്ലേ? തൃശ്ശൂരിലെത്തിയാൽ അത് കണ്ടറിയാം. കോടികൾ മുടക്കി നിർമ്മിച്ച റോഡാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിലൂടെ കാൽനടയായി നടക്കണമെങ്കിൽ ജീവൻ കയ്യിൽ പിടിക്കേണ്ട അവസ്ഥയും. ചെട്ടിയങ്ങാടി മുതൽ സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാൽ വരെയുള്ള പ്രദേശമാണ് കാൽനടയാത്രക്കാരുടെ ദുരിതക്കയം. റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTC ശക്തൻ ബസ് സ്റ്റാൻഡുകളിലേക്കും സ്വരാജ് റൗണ്ടിൽ നിന്ന് പോകുന്നവരും തിരികെ വരുന്നവരും ഈ റോഡിന് മധ്യേ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 2 വാഹനങ്ങൾ ഇരുദിശയിൽ നിന്നും എത്തിയാൽ കാൽനടയാത്രക്കാർ പ്രതിസന്ധിയിലാകും. ഇതിലൂടെ പോകുന്ന വളരെ പാവങ്ങളായിട്ടുള്ള ജനങ്ങൾ, ഇതൊക്കെ വളരെ എന്താണ് ഒരു വരയുടെ വ്യത്യാസത്തിന് അപകടം ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഇഷ്ടംപോലെ സാഹചര്യം. ഞങ്ങൾ തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ഇതിലൂടെ നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത് ഒരു കൊടും ക്രൂരതയാണ് ജനങ്ങളോട് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ വളരെ ഒരുക്കത്തോടുകൂടി ചെയ്യേണ്ടതല്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോഡാണ് കുറുപ്പ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരത്തെ ഏറ്റവും തിരക്കേറിയ റോഡാണ്. സാധാരണ നിരപ്പിൽ നിന്നും 2 അടിയോളം ഉയരത്തിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. കാന നിർമ്മിക്കാതെ റോഡ് ഉയർത്തിയതിനാൽ വ്യാപാരികളും ആശങ്കയിലാണ്. മഴ പെയ്താൽ വെള്ളം റോഡിൽ നിന്ന് കടകളിലേക്ക് ഇറങ്ങുമെന്നതാണ് ആശങ്ക. ടാറിങ്ങിന്റെ അവശിഷ്ടങ്ങൾ റോഡിന്റെ ഇരുവശത്തുമിട്ടാണ് കോൺക്രീറ്റ് റോഡിന്റെ കൂർത്തവശം മറച്ചിരിക്കുന്നത്. മഴ പെയ്താൽ ഈ മണ്ണും കല്ലും ടാറും ചെളിക്കുളമായി കടകളിലേക്ക് ഒഴുകിയെത്തുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്പോൾ നോക്കിയാൽ റോഡും കടകളും തമ്മിലുള്ള വ്യത്യാസം, ഹൈറ്റ് വ്യത്യാസം വളരെ വലുതാണ്. മഴ പെയ്താൽ കടയിലേക്ക് വെള്ളം കയറും. 60,000 രൂപ ചിലവാക്കി കട ഉയർത്തി ടൈൽസ് ഇട്ട് അതിനുള്ള ഒരുക്കങ്ങൾ കടക്കാർ ചെയ്യേണ്ടി വരും. അതും ഏകദേശം ഒരു 80 കടകളുണ്ട് ഈ കുറുപ്പ് റോഡിൽ. ഈ കുറുപ്പ് റോഡിൽ തന്നെ ഈ കടക്കാർ ഈ 50,000 60,000 വെച്ചിട്ട് ചിലവ് ചെയ്യുമ്പോൾ എത്രമാത്രം സംഖ്യയാണ് പൊതുജനത്തിൻ്റെ നഷ്ടപ്പെട്ടു പോകുന്നത്. റോഡ് നിർമ്മാണത്തിൽ തൃശൂർ മേയർ MK വർഗീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് വ്യാപാരികൾ ഉയർത്തുന്നത്. ഇനി അപകടം ഉണ്ടായാൽ ആരും ഉത്തരവാദിത്തം പറയും?
ഉത്തരവാദി ശരിക്കും പറഞ്ഞാൽ മേയർ തന്നെയാണ്. മേയർ പറഞ്ഞാൽ മഴ പെയ്യുന്നത് കടലിലേക്ക് കയറിയതിന് ഞങ്ങൾ മഴ ഉൽപ്പാദിപ്പിച്ചതാണോ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെയല്ല യാതൊരു വിദ്യാഭ്യാസപരമായിട്ട് യാതൊരു ബോധമില്ലാത്തൊരു മറുപടിയാണ് മേയർ അടക്കം പറയുന്നത്. മഴ ഞങ്ങൾ പെയ്യിപ്പിച്ചതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയൊരു കഷ്ടം വേറെയുണ്ട്. മഴ പെയ്യും, കടകളിലേക്കൊക്കെ വെള്ളം കയറി, കുറേ കടകളിലേക്ക്. ഒരു കടക്കാരന് 4 ലക്ഷം രൂപയോളം നഷ്ടം വന്ന് വെള്ളം കയറിയിട്ട്. മോട്ടറുകളും മെഷീനറികളൊക്കെ നനഞ്ഞു പോയി. ഇനിയിപ്പോൾ ആരോട് പറയാൻ? യാതൊരു ലക്ഷ്യബോധമില്ലാത്തൊരു കോർപ്പറേഷൻ. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കാന നിർമ്മാണം പൂർത്തീകരിക്കണമെങ്കിൽ 6 മാസമെങ്കിലും എടുക്കുമെന്നാണ് വിലയിരുത്തൽ. മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി നിലനിൽക്കെ വലിയ ആശങ്കയിലാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ. അപകടം പതിയിരിക്കുന്ന ഇടമായി നഗരത്തിലെ ഈ റോഡുകൾ മാറുകയാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. മഴ കൂടി കനത്താൽ ഈ ദുരിതം ഇരട്ടിയാകുമെന്ന ആശങ്കയിലാണ് പൊതുജനവും നാട്ടുകാരും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. കാന നിർമ്മാണത്തിലെ അപാകതയാണ് പ്രധാന വില്ലൻ. 2 വാഹനങ്ങൾ ഇരുദിശകളിൽ നിന്നായി എത്തിയാൽ വഴിയാത്രക്കാർ പ്രതിസന്ധിയിലാകും. മഴക്കാലം കൂടി വരുന്നതോടെ വലിയ ആശങ്ക ഈ വ്യാപാരികൾക്കുണ്ട്. അത് ആ റിപ്പോർട്ടിൽ പ്രേക്ഷകർ കണ്ടിരുന്നു. വെള്ളം റോഡിൽ നിന്ന് കടകളിലേക്ക് ഇറങ്ങും എന്ന ഭീതിയിലാണ് അവർ. ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്, അതുകൂടി കാണാം. ഇതിൻ്റെ അടികൂടെ ഒരു ചാല് പോണ്ട്. ആ ചാല് 10-20 കൊല്ലമായിട്ട് തുറന്നിട്ടില്ല. ഈ മഴവെള്ളം എവിടേക്കാണ് പോവുക? ഇതൊക്കെ കോർപ്പറേഷൻകാർക്ക് അറിയാത്ത കാര്യങ്ങളല്ല. മഴവെള്ളം മുഴുവൻ വന്നിട്ട് ഞങ്ങളുടെ അകത്തേക്ക് കയറണ്. ഞങ്ങൾ സ്വന്തം ചെലവിൽ തിണ്ട് കെട്ടി വെച്ചു ഇവിടെ. ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് ഇത് കോർപ്പറേഷൻകാർക്ക് അറിയാണ്ടല്ലത്. ഇതിപ്പോൾ ഇവിടെ പോസ്റ്റ് ഇതൊക്കെ ഉണ്ട്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇതുപോലെ പോസ്റ്റ് നമുക്ക് വയ്ക്കാൻ പാടില്ല. നിങ്ങൾ ഈ ക്യാമറ ഒന്ന് അതുമ്പിലേക്ക് തിരിക്കണം. അത് ഈ പോകുന്ന വണ്ടികൾ മുഴുവൻ, ഒരു വണ്ടിന് പിന്നിൽ വേറൊരു വണ്ടീനെ മരണപ്പാശലേ വഴിക്ക് അടുത്ത് തന്നെ ഒരാളോട് ചാവും. ഒരാൾ ഒരു ചെറിയ തട്ട് തട്ടി, അത് ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അപകടം ഏത് സമയത്തും സംഭവിക്കാം. അത്ര ആൾക്കാർ യാത്ര പോകുന്ന സ്ഥലം. പൂരത്തിന് തന്നെ എന്തോരം ആൾക്കാർ വീണു. ശരിക്കും പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. 2 റോഡിനകത്ത് മാത്രമല്ല, വണ്ടി എൻ്റെ സൈഡിൽ ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഫുട്പാത്തില്ല. ഇതിൻ്റെ ഈ ഡ്രെയിനേജ് വൃത്തിയാക്കിയിട്ടില്ല. അത് കാരണം ട്രെയിനിൻ്റെ അകത്തോടെ വെള്ളം വരെ ബ്ലോക്ക് ആകൂടെ. അത് എത്രയും പെട്ടെന്ന് അത് ഇവരുടെ കയ്യിൽ നിന്നുള്ള കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ചെയ്തു തന്നാൽ അത്രയും നല്ലത്. മഴക്കാലം ആകുമ്പോഴേക്കും. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവാം, മരണം സംഭവിക്കാം. അങ്ങനെയുള്ളൊരു കാരണം ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനു മുമ്പ് ഒടുവിലായി പുറത്തു വരുന്ന വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് ചാലക്കുടിയിൽ നിന്നാണ്. ചാലക്കുടി കൂടപ്പുഴയിൽ 12 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വൈകിട്ട് 5:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കൂടപ്പുഴ ക്ഷേത്രത്തിന് സമീപത്താണ് സംഭവം. കടിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നിട്ടുണ്ട്. പരിക്കേറ്റ 2 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. കുട്ടികൾക്ക് ഇത് അവധിക്കാലമാണ്. ഈ അവധിക്കാലം ആസ്വാദികരമാക്കാൻ കോഴിക്കോട് നഗരത്തിലെത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പാർക്കുകൾ നൽകുന്നത് പക്ഷേ കടുത്ത നിരാശയാണ്. മാനാഞ്ചിറയിലെ കുട്ടികളുടെ പാർക്ക് നാശത്തിന്റെ വക്കിലാണ്. നഗരത്തിന്റെ മുഖമായ മാനാഞ്ചിറ പാർക്ക് ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി എന്ന പരാതിയും പ്രദേശവാസികൾക്കും അവിടെ എത്തുന്നവർക്കുമൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. പലതവണ നവീകരണ ആവശ്യം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ ഉയർന്നെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്താണ് മാനാഞ്ചിറ സ്ക്വയറും അതിനുള്ളിലെ പാർക്കും. കുട്ടികൾക്കായി ഒരു പ്രത്യേക പാർക്കും ഇതിനുള്ളിലുണ്ട്. 100 കണക്കിന് കുട്ടികളാണ് ഒരു ദിവസം ഇവിടെ എത്തുന്നത്. എന്നാൽ ഈ പാർക്കിന്റെ അവസ്ഥ ശോചനീയമാണ്. കൃത്യമായി പരിപാലിക്കാതെ എങ്ങനെ ഒരു പാർക്ക് നശിപ്പിക്കാം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റൈഡ് പോലും കുട്ടികളുടെ ഈ പാർക്കിലില്ല. എല്ലാം തുരുമ്പെടുത്ത് പാതി നശിച്ചവ. ആകെ നാശകോശമായി കിടക്കുന്നതാണ്. പണ്ട് വരുമ്പോൾ നല്ല ഇതായിരുന്നു. ഇപ്പോൾ അതൊന്നല്ല. ഇപ്പോൾ എല്ലാം കൂടി എല്ലാം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാഹചര്യമേ അല്ല. ഒരു കാലത്ത് ജലധാരയായിരുന്നു ഇത്. എന്നാൽ ഇന്നത് മാലിന്യം നിറഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്നു. സന്ധ്യ മയങ്ങിയാൽ ലൈറ്റില്ല. ലൈറ്റുകൾ സ്ഥാപിച്ച തൂണുകളിൽ ചിലത് ഒടിഞ്ഞു. സാഹിത്യ നഗരത്തെ സൂചിപ്പിക്കാൻ പ്രമുഖരുടെ സൃഷ്ടികൾ പലതും ഇവിടെയുണ്ട്. പക്ഷേ അതൊന്നും പരിപാലിക്കുന്നില്ല. കോഴിക്കോട് കോർപ്പറേഷനാണ്
പാർക്ക് നടത്തിപ്പ് ചുമതല. അൻസാരി പാർക്കിന്റെ കാര്യം പലതവണ കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഉന്നയിച്ചിരുന്നു. അന്നേരം പറഞ്ഞത് എന്താ പറയുക, സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തുക ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുക എന്നല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നീങ്ങാൻ ബന്ധപ്പെട്ട സർക്കാരുകൾക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനോ സാധിച്ചിട്ടില്ല. എല്ലാ കളിക്കോപ്പുകളും കേടുവന്നതാണ്. ആ കേടുവന്ന കളിക്കോപ്പുകളിൽ കയറാൻ വരെ ഇവിടെ കുഞ്ഞുങ്ങളുടെ തിരക്കാണ്. അപ്പോൾ അത്രയും ആവശ്യക്കാരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇനിയെങ്കിലും ഇതിൽ അമാന്തം കാണിക്കരുത്. മലിനജലം കെട്ടിക്കിടക്കുന്നത് കൊണ്ടുതന്നെ ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റസുഖങ്ങൾ വരുമോ എന്ന ആശങ്കയും മാതാപിതാക്കൾക്കുണ്ട്. ഈ കാണുന്നത് പോലെ പാതി നശിച്ചതും തുരുമ്പെടുത്തതുമായ റൈഡുകളാണ് ഈ പാർക്കിലുള്ള മിക്കതും. ഇവിടെ എത്തുന്ന കുട്ടികളുടെ സുരക്ഷ പ്രധാനമാണ്. അതുകൊണ്ടുതന്നെ എത്രയും വേഗം നവീകരണം നടത്തണമെന്നതാണ് ആവശ്യം. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. പാർക്കുകളിലെ പൊട്ടിയ റൈഡുകളിലും ഊഞ്ഞാലുകളിലുമൊക്കെ കുട്ടികൾ കയറി അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്തുണ്ട്. നഗരഹൃദയത്തിൽ തന്നെയുള്ള പാർക്കാണ്. ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ, ചെന്നിരിക്കാൻ, കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്, പക്ഷേ അത് തകർന്ന നിലയിലാണ്. ശ്രദ്ധയില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്, അതിലേക്ക്. എനിക്കിവിടെ വന്നപ്പോൾ സ്ലൈഡിൽ നിരങ്ങണം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്ലൈഡിൽ നിരങ്ങുമ്പോൾ ഡ്രസ്സ് കുടുങ്ങിപ്പോയി. അത് നല്ല ഫിറ്റ് ചെയ്യണം. ഇവിടെ നിന്നപ്പോൾ ഈ പൊട്ടി കിടക്കുന്ന സാധനമൊക്കെ നന്നാക്കി ഇത് വെക്കാനാണ്. ഈ കുളമൊക്കെ ക്ലീനാക്കാൻ എന്നാലും ആൾക്കാർക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാമല്ലോ. ഈ സാധനങ്ങളൊക്കെ നന്നാക്കി ചെറിയ കുട്ടികൾക്ക് കളിക്കാമല്ലോ. പ്രോപ്പർ സ്ലൈഡില്ല. പിന്നെ ഈ ഊഞ്ഞാലൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പോലെയുള്ള ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ടവരൊക്കെ വരുന്നതാണല്ലോ. അപ്പം കുട്ടികൾക്കൊക്കെ ഒരു ഇതൊക്കെ ശ്വസിക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു ഇതുണ്ടാവില്ല. വലിയ പൈസക്കാരൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരൊക്കെ ഒന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരിതാണ്. കുട്ടികൾക്കൊരു ഇറിറ്റേഷനാണല്ലോ ഒക്കെ കാണുമ്പോൾ. ദേശസുരക്ഷാ വിഷയങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ വീണ്ടും തിരക്കിട്ട ചർച്ചകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, നിർണായക കൂടിക്കാഴ്ചയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തിയത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ അച്യുതൻ? റിജിത്ത്, ഈ നിർണായക കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലമായി നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യയുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ അറിയിച്ച ഒരു പശ്ചാത്തലമുണ്ട്. നിരന്തരമായി ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടി അത് പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യം പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട്. സിന്ധു മേഖല പ്രത്യേകിച്ച് വരൾച്ച നേരിടുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് എന്ന് നിർത്തുമോ അന്ന് മാത്രമേ ഈ മരവിപ്പിച്ച നടപടി പിൻവലിക്കൂ എന്നതാണ്. ഒപ്പം തന്നെ മറ്റ് അതിർത്തികളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഈ മാസം 18-ന് വെടിനിർത്തൽ ധാരണ ഈ മാസം 18-ന് അവസാനിക്കും. അടുത്ത DGMO തല ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നിർണായക കൂടിക്കാഴ്ചയുടെ ഭാഗമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചില നിർണായക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. സിവിൽ ഡിഫൻസിലടക്കം മുൻ സൈനികരെ ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം. അങ്ങനെ ദേശസുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ നടന്നിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്. ഇത് നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി എൻകൗണ്ടർ പ്രൈമിന്റെ സമയം. പ്രേക്ഷകർക്കൊപ്പം KR ഗോപികൃഷ്ണനെത്തും. നമസ്കാരം.